ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവൻ വഴിയിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളായിട്ട് നമ്മൾ യേശുവിൻ്റെ വിഷൻ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മനുഷ്യരെ പിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ നമ്മളുടെ വ്യക്തിഗത വിശുദ്ധീകരണത്തിന് ശേഷം നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്റെ എന്തിനാ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്, ഇവഞ്ച്വലി നമ്മൾ യേശുവിൻ്റെ ദിവ്യ ഇച്ഛയെ അല്ലെങ്കിൽ ദിവ്യ തിരുമനസ്സിനെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ അത് പ്രാവർത്തികമാക്കേണ്ടതിനാണ് നമ്മൾ ശിഷ്യത്വം സ്വീകരിച്ചത്. എവഞ്ച്വലി ദെൻ നമ്മൾ മനുഷ്യരെ പിടിക്കുന്നവരാകണം. സോ മനുഷ്യരെ പിടിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പുനരൈക്യം അല്ലെങ്കിൽ രക്ഷാകരമായ തിരുത്തലിലൂടെ എല്ലാവരെയും ഒന്നിപ്പിക്കാം എന്ന് നമ്മൾ കണ്ടു. അത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ഹൃദയസ്പന്ദനമാണെന്നും അല്ലെങ്കിൽ ദൈവചിന്തയുടെ അന്തരാളങ്ങളിൽ നിന്ന് വരുന്ന ഒരു വെളിപ്പെടുത്തലാണെന്നും നമ്മൾ കണ്ടു. അപ്പോൾ ആ ദൈവത്തിൻ്റെ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടത്, പിതാവേ ഞാനും അങ്ങും എങ്ങനെയാണ് ഒന്നായിരിക്കേണ്ടത്, അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ചിന്തകളിലേക്കും നമ്മളുടെ ദൈവ ധാരണകളുടെ നമ്മുടെ ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ നമ്മൾ എങ്ങനെ കരുപിടിപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ 3 കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു ദൈവം. ഒന്ന്, പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹപൂർണമായ ഒരു സംവാദം നടക്കുന്നുണ്ട്. പിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന പുത്രൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന പിതാവ്, അവരുടെ മനസ്സിനെ അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ്, അവരൊരു ഇറ്റേണൽ റാഡിക്കൽ ഡയലോഗിലാണ്. അവർ അനന്തമായി ആ ഒരു ഷെയറിങ് നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് വാദപ്രതിവാദങ്ങൾ. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡയലോഗ് എന്നൊക്കെ പറയെങ്കിലും സത്യത്തിൽ അതൊക്കെ കമ്മ്യൂണിറ്റി ഡയലോഗുകളാണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വാദപ്രതിവാദങ്ങളാണോ? അപ്പോൾ നമ്മൾ വ്യക്തിഗത ശുദ്ധി ഉണ്ടായിരിക്കുകയും തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആരെയും അപ്പമാക്കുന്നില്ല, ഞാൻ അനുസരണയുള്ളവളാണ് അല്ലെങ്കിൽ ഉള്ളവനാണ്, ഞാൻ മറ്റുള്ളവരെ സേവിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഒരു വാദപ്രതിവാദത്തിൻ്റെ ഒരു സ്വഭാവം ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ തിരുമനസ്സിനെതിരാണ്. വാദപ്രതിവാദവും ഒന്നിപ്പും ഒരുമിച്ച് പോകില്ല. അത് കോർട്ടിൽ നടക്കുന്ന ഒരു സാധനമാണ്. നമ്മൾക്ക് വാദങ്ങളെ നിരത്താം, അപരനെ തോൽപ്പിക്കാം. പക്ഷെ സംവാദത്തിൻ്റെ അവസാനം തോൽപ്പിക്കലല്ല, അത് അപരനെ പ്രതിയോഗിയായിട്ട് കാണില്ല, സംയോഗിയായിട്ട് കാണാം, ഒന്നിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം കാണും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മിലും ഒക്കെ നല്ല ബന്ധങ്ങൾ പുറപ്പെട്ടു വരാൻ തുടങ്ങും. സംബന്ധം എന്ന് നമ്മൾ പറഞ്ഞു, അതല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ പൊന്തി വരും. എത്രയൊക്കെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ തോൽപ്പിക്കുന്ന പ്രതിബന്ധങ്ങൾ വീണ്ടും വീണ്ടും പൊന്തി വരും. കാരണം ദൈവത്തിൻ്റെ തിരുമനസ് അവിടെ പൂർണ്ണമാകപ്പെടുന്നില്ല. ഇപ്പം നമ്മുടെ കാലികമായ സംഭവ വികാസങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ ഉള്ളിലൊക്കെ ഒത്തിരി വാദപ്രതിവാദങ്ങളും പ്രതിയോഗിതകളും അനേക പ്രതിബന്ധങ്ങളൊക്കെ പൊന്തി വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയ ചിന്തകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ നമ്മെ തന്നെ കരുപിടിപ്പിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ പുനരൈക്യത്തിൻ്റെ ആവശ്യകത, വീണ്ടും ഒന്നിക്കാനുള്ള ആഗ്രഹം എല്ലാതുമായിട്ടും, അത് പരിസ്ഥിതിയായിട്ടും മനുഷ്യനായിട്ടും ദൈവവുമായിട്ടൊക്കെ വീണ്ടും ഒന്നിക്കാനുള്ള ആഗ്രഹം ഈ പുനരൈക്യത്തിൻ്റെ ദാഹമായിട്ട് കാണാം. ആ പുനരൈക്യത്തിൻ്റെ ദാഹം ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഹൃദയസ്പന്ദനത്തിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഇനി അത് അങ്ങനെയാണോ ദൈവം കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളാണോ? അതറിയണമെങ്കിൽ നമ്മുടെ ബൈബിളിൻ്റെ ആദ്യ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ആദ്യ പുസ്തകത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? അവിടെ എല്ലാം ഒന്നിച്ച് വണ്ടർഫുൾ പ്ലേസിനാ, എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വണ്ടർഫുൾ കാര്യം. അതിനെ നമ്മൾ പറുദീസ എന്നൊക്കെ പറയും. അവിടേക്ക് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കടന്നു ചെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ കാണാ? സംവാദിക്കുന്ന ഒരു കുടുംബം. ദൈവവും മനുഷ്യനും, പുരുഷനും സ്ത്രീയും മരങ്ങളും മൃഗങ്ങളും ഒക്കെ എല്ലാതും സംവാദിക്കുന്ന ഒരു വണ്ടർഫുൾ ഒരു പിക്ചറാണ് നമ്മൾ അതിൽ കാണുന്നത്. അതിൽ ആദാം ഓരോ മൃഗങ്ങളെ വിളിച്ച് പേരിടുന്നതൊക്കെ ആയിട്ട് കാണിക്കും. അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും നഗ്നരായിരുന്നിട്ട് പോലും അവർക്ക് ഒരു നാണം ഉണ്ടായിരുന്നില്ല, അവർ ലജ്ജിതരായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അമേസിങ് സംവാദിക്കലായിരുന്നു. ഈവനിങ്ങുകളിൽ ദൈവവും അവരുടെ കൂടെ നടക്കാൻ വന്നിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ അവരൊരു ടീമായിരുന്നു. ഭൂമിയുടെയും എല്ലാത്തിൻ്റെയും ഇങ്ങനെ കെയർ ചെയ്തിരുന്ന, അതിനൊക്കെ ശുശ്രൂഷിച്ചിരുന്ന മനുഷ്യൻ. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കുന്നത്. അവരുള്ളിൽ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അവിടെ വാദപ്രതിവാദമോ പ്രതിയോഗിതയോ പ്രതിബന്ധമോ ഒന്നുമില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ. അപ്പോൾ ആദ്യ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 8-ാം വാക്യം നമ്മൾ എൻട്രി ചെയ്യുന്നു. അവിടെ നമ്മൾ ഒരു ഷിഫ്റ്റ് കാണാൻ കഴിയും. ആ 8-ാം വാചകത്തിൽ പറയുന്നത്, അന്ന് വൈകുന്നേരം പറുദീസയിൽ ഉദ്യാനത്തിൽ ഉലാത്തുവാൻ വന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മനുഷ്യൻ ഒളിച്ചു, ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു. അത് കഴിഞ്ഞ് വരുന്ന വചനങ്ങളിൽ നമ്മൾ ആദ്യത്തെ ഒരു വിളിയും ശബ്ദവും കേൾക്കാം. ആദാമേ എവിടറോ, ലൈക്ക് ദാറ്റ് ഒച്ചത്തിൽ ദൈവം വിളിക്കുന്നത്, ആദാമേ എവിടറോ. അപ്പോൾ ആദാം മരത്തിൻ്റെ പിന്നിൽ എന്നിട്ട് ഞാൻ മരത്തിൻ്റെ പിന്നിലാണേ എന്ന്. അപ്പോൾ ദൈവം ചോദിക്കും, ആന്ധ്ര നീ ഇന്ന് മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കണേ? അപ്പോൾ ആദാം അവിടുന്ന് പറയും, തുണി എടുത്തിട്ടില്ലേ, അതുകൊണ്ട് ഇത്തിരി നാണം വന്നു, അതുകൊണ്ടാണ് അങ്ങനെ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചേ. പക്ഷെ തലേന്നും ദൈവം ഉദ്യാനത്തിൽ നടക്കാൻ വന്നിരുന്നായിരുന്നു, ഈ കക്ഷി ഒന്നുകൂടാതെ നടന്നിരുന്നേ. അവിടെ എന്താ സംഭവിക്കണേ? അത് സംവാദമായിരുന്നോ? ദൈവം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആദാം അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അത് സംവാദമായിരുന്നില്ല, അതൊരു വാദപ്രതിവാദമായിരുന്നു. ദൈവത്തിന് അറിയാം ആദാം എവിടെയാണെന്ന്, ആദാമിനും അറിയാം, അവയ്ക്ക് അറിയാം അവരെന്താ ചെയ്യണേന്ന്. പക്ഷെ വെറുതെ കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും. അവിടെ സംവാദം നഷ്ടപ്പെട്ടു. അവിടെ നഷ്ടപ്പെട്ടു. അവിടെ സംതിങ് എൽസ് എൻറ്റേഡ്, വേറൊരു ചിന്ത അവിടെ കയറി വരാൻ തുടങ്ങി. ദൈവത്തിരുമനസ്സിനെ എതിരെ നിൽക്കുന്ന വേറൊരു ശക്തിയുടെ ചിന്ത അല്ലെങ്കിൽ ചിന്തകള് മനുഷ്യന്റെ ചിന്താതലങ്ങളിലേക്ക് കടന്നു ചെന്നു. അത് അവൻ്റെ ഉള്ളിലിരുന്ന ചിന്തകളെ മാറ്റിക്കളഞ്ഞു, ഒരു സ്ട്രോങ് ഹോൾഡുകൾ സൃഷ്ടിച്ചു. അതിൽ നിന്ന് സമ്പാദിക്കാനുള്ള അവൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി. യു നോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? അത് കഴിഞ്ഞ് അപ്പം തന്നെ എന്താ സംഭവിക്കണേന്ന് നിങ്ങൾക്കറിയോ? പെട്ടെന്ന് തന്നെ ഈ ആണ് അല്ലെങ്കിൽ മനുഷ്യൻ, ഈ പുരുഷൻ സ്ത്രീയോട് പറയും അവളാ. ദൈവത്തിൻ്റെ മുമ്പിൽ അവ ഇങ്ങനെ കടന്നു വന്നിട്ട് പറയും അവളാ. നല്ല രസമല്ലേ പറയാൻ, അവളാ. അവര് പ്രതിയോഗികളല്ലായിരുന്നു, സംയോഗികളായിരുന്നു. പക്ഷെ ഇപ്പൊ ആണ് പെണ്ണായിട്ട് കോമ്പീറ്റ് ചെയ്യുക. സിമ്പിളി പറയാ അവളാ. നീ എനിക്ക് തന്നില്ലേ ഒരു പെണ്ണിനെ,
അവളാ. ആസിഫ് അവന് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല ആ വ്യക്തിയായിട്ട്. ഇറ്റ് ഈസ് ഷീ. ചിലപ്പോഴൊക്കെ എനിക്ക് ആ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഇപ്പോഴും ആ ഹവ്വയുടെ മുഖത്ത് വന്ന ഷോക്ക്, ആദാം പറഞ്ഞു അവളാ എന്ന് പറഞ്ഞ നേരത്തെ ഈ അവളുടെ മുഖത്ത് വന്നൊരു ഷോക്ക്. കൻ യു ഇമാജിൻ ദാറ്റ്? ആ പെണ്ണ് പകച്ചു പോയിട്ടുണ്ടാവാം. എൻ്റെ എല്ലിൻ്റെ എല്ല്, മാംസിൻ്റെ മാംസം, ഹാ വാ എന്നൊക്കെ പറഞ്ഞ് എന്ത് രസമായിരുന്നു ജീവിതം. സഡൻലി ആ പെണ്ണ് ആണിനെ നോക്കി, സോ സ്ട്രേഞ്ച്, ഈ കോമ്പീറ്റ്സ്. സംയോഗ്യത നഷ്ടപ്പെട്ടു. ആണ് പെണ്ണായിട്ട് പ്രതിയോഗിതയിലേക്ക് കടന്നു. ആ പ്രതിയോഗിത ഇന്നും അവസാനിക്കാത്തതുപോലെ ഇറ്റ് ഈസ് ഷീ എന്ന് പറഞ്ഞ് ആ അക്യൂസ് ചെയ്യുന്ന, അവളാ എന്ന് പറഞ്ഞ് ആ പ്രതിയോഗിതയുടെ കഥകൾ ഇന്നും കുടുംബങ്ങളിൽ നടക്കണില്ലേ? അത് ദൈവത്തിന്റെ ചിന്തയല്ല. അത് അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറയുന്ന ചിന്തയല്ല. അത് വേറൊരു ചിന്തയിൽ നിന്ന് വന്നതാണ്. വാട്ട് ഹാപ്പൻസ് ദെൻ നെക്സ്റ്റ്? അവിടെ എല്ലാ സംബന്ധങ്ങളും നഷ്ടപ്പെടും. പ്രതിബന്ധങ്ങൾ ഓരോന്നായിട്ട് പൊന്തി വരാൻ തുടങ്ങും. മരണം, വേദന, മുള്ളുകൾ, പടപട പ്രതിബന്ധങ്ങൾ പൊന്തി വരും. അതിനിടയ്ക്ക് ആ പെണ്ണ് ആകെ പേടിച്ചിട്ട് അത് പറയും ഞാനല്ല പാമ്പാ എന്ന് പറഞ്ഞ് അത് വീണ്ടും കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ ഞങ്ങൾ തെറ്റ് ചെയ്തു ഒരു കുറിയലൈസോൺ പറയാനായിട്ട് അവരൊക്കെ മറന്നുപോകും. അവിടെ തുടങ്ങിയതാ പുത്രൻ തമ്പുരാന്റെ സ്വപ്നം കാണല്, അല്ലെങ്കിൽ പുത്രൻ തമ്പുരാന്റെ പുനരൈക്യ വേദന. അവിടെ തുടങ്ങിയതാ. അപ്പൊ പുത്രൻ തമ്പുരാൻ പറയാ ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് പിതാവേ അങ്ങും ഞാനും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ അവരെല്ലാവരും ഒന്നായിരിക്കണം എന്ന് പറയുന്ന ആ ദാഹം അവിടെ തുടങ്ങിയതാ. പുനരൈക്യത്തിന്റെ ആദ്യ നാളുകൾ അവിടെ തുടങ്ങി. പലപ്പോഴും പുനരൈക്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ 270 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 300 കൊല്ലം മുമ്പ് നടന്ന ആ ഒരു കൂനം കുരിശ് സത്യത്തിൽ നിന്നാണ്. അതിനേക്കാളൊക്കെ പിന്നില് ദൈവചിന്തകളെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവം എന്തിനാണോ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് അതിനെ നശിപ്പിച്ച് ആ ദൈവത്തിന്റെ ചിന്തകളെ മനുഷ്യ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് വേറൊരു ചിന്താ രീതിയിലൂടെ ഈ ലോകം കരുപിടിപ്പിക്കപ്പെടാൻ ഒരുവൻ ആഗ്രഹിച്ചപ്പോൾ തുടങ്ങിയതാണ് ആ സ്പന്ദനം. അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടത്, അല്ലെങ്കിൽ പുനരൈക്യത്തിന്റെ റിഡംപ്റ്റീവ് കറക്ഷന്റെ സ്റ്റോറി അവിടെ തുടങ്ങിയതായിരുന്നു. വാട്ട് ഹാപ്പൻസ് ദെൻ? ഒരു 3-ാമത്തെ ആ അധ്യായം അവസാനിക്കുമ്പോൾ നമുക്കൊരു മാലാഖ 4 വശത്തേക്കും തിരിയുന്ന ഒരു വാള് പിടിച്ചിട്ട് ഈ പർദീസയിൽ നിൽക്കണത് നമുക്ക് കാണാൻ കഴിയും. പർദീസയിൽ നിന്ന് ഇവർ 2 പുറത്താക്കി ഒരു മാലാഖ. അങ്ങനെ ആ വാള് ഈ വാദപ്രതിവാദത്തിൻ്റെയും ഈ പ്രതിയോഗിതയുടെയും പ്രതിബന്ധത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് അങ്ങനെ നിൽക്കും. 4-ാമത്തെ അധ്യായം വായിച്ചാലോ അത് വളരാൻ തുടങ്ങും. ഇപ്പൊ ചേട്ടനും അനിയനും സംവാദം നഷ്ടപ്പെട്ടു. അവരെ ഇപ്പൊ പരസ്പരം ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരുടെ സംവാദങ്ങൾ വാദപ്രതിവാദങ്ങളിലേക്ക് കടന്നു ചെന്നു. അപ്പൊ എന്തുണ്ടാവും? അനിയൻ ചേട്ടനെ, അല്ലെങ്കിൽ ചേട്ടൻ അനിയനെ പ്രതിയോഗിയായിട്ട് കാണാൻ തുടങ്ങും. ദേ ആർ നോ മോർ എ ടീം. ഞങ്ങൾ കുടുംബത്തിലെ മക്കളാണ് എന്ന് പറയുന്ന, ഞങ്ങൾ ഒന്നിക്കണം എന്ന് പറയുന്ന വിട്ടുകൊടുക്കലിന്റെ ചിന്തകളില്ലാതെ ചേട്ടൻ അനിയനെ തല്ലിക്കൊല്ലും. സംബന്ധം നഷ്ടപ്പെട്ട് പ്രതിബന്ധമായിട്ട് ആബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തെ വിളിച്ച് കരയും. കായനും ആബേലും ആ വേദന വളരുന്ന ഒരു ഭാഗമായിട്ട് വരും. ആ കരച്ചിലിന് അവസാനം ഈ 4-ാം അധ്യായത്തിന്റെ അവസാനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദാമിന് ഹവ്വയ്ക്കും വേറൊരു മകൻ ജനിക്കും, ശത്ത് എന്ന് പറയുന്ന മകൻ. അതിനുശേഷം വേറൊരു മകൻ ജനിക്കും. എന്നിട്ട് ആ ചാപ്റ്റർ അവസാനിക്കുന്നത് അപ്പോൾ മുതൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അപ്പോൾ മുതൽ അവർ ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ടൈം പ്രെയർ എന്ന് പറയുന്ന സാധനം ഈ ബൈബിളിൽ വരുന്ന ആദ്യത്തെ ഒരു ഭാഗമാണ്. ദേ ബിഗിൻ ടു പ്രേ, ദേ ബിഗിൻ ടു ഇൻവോക്ക് ദ നെയിം ഓഫ് ഗോഡ്. എന്താ അവർ ഇൻവോക്ക് ചെയ്തത്?
പുനരൈക്യത്തിന്റെ ദാഹം. അവരെന്താ പ്രാർത്ഥിച്ച്? ആദാമും ഹവ്വയും പിന്നീട് ഷത്തിന്റെ മക്കൾ വന്ന് അവർ വളരാൻ തുടങ്ങിയപ്പോ അവരെന്താ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചത്? ആ നാമം വിളിച്ച് അപേക്ഷിച്ചാണ്, ഞങ്ങളെ ഒന്നാക്കണമേ. ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈ വാദപ്രതിവാദത്തിന്റെയും പ്രതിയോഗിതയുടെയും പ്രതിബന്ധത്തിന്റെയും പൈശാചിക ശക്തികളെ മാറ്റിക്കളഞ്ഞ് ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. ആ ഒന്നിപ്പിന്റെ തീവ്രമായ ആഗ്രഹമാണ് ആ ഇൻവോക്കിൽ വന്നത്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ പ്രാർത്ഥന ഇവാനിയോസ് പിതാവിന്റെ പ്രാർത്ഥനകളിൽ മുഴുവൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തീവ്രമായ ആഗ്രഹമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് പോലും അദ്ദേഹം പറയും, ഈ ദാഹത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു, അതിനു വേണ്ടി ഞാൻ കരഞ്ഞു, ഇനി മരിച്ചാലും ഈ പുനരൈക്യത്തിന്റെ ദാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ ഇനിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഈ ന്യൂ ദ റെവലേഷൻ ഓഫ് ഗോഡ്. ഈ സ്ക്രിപ്ചറൊക്കെ എന്തിനാ നിലനിൽക്കുന്നത്? നമ്മളൊക്കെ ഈ ലോകത്തിൽ എന്തിനാ നിലനിൽക്കുന്നത്? ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെതായ ആ പരിസ്ഥിതിയിൽ നിന്ന് അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പുനരൈക്യ ചിന്തയിലേക്ക് വന്നു. പക്ഷെ ഹൗ ഹി റെസൊനേറ്റ് വിത്ത് ദ തോട്ട്സ് ഓഫ് ഗോഡ്, ഹൗ ഹി റെസൊനേറ്റഡ് വിത്ത് ദ ഡെപ്ത് ഓഫ് ഗോഡ്സ് തിങ്കിങ്. and it is unfolds more in chapter 6. ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തില് ഈ തല്ലുകൂട്ടങ്ങൾ അല്പം കൂടി വളരും. ഇപ്പൊ ദൈവം മനുഷ്യനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ബിഗിൻ ടു സേ, ഇവനെയൊക്കെ സൃഷ്ടിച്ചതിനോർത്ത് ഞാൻ പരിതപിക്കുന്നു, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ദൈവം തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ദെൻ ദൈവം കോമ്പീറ്റഡ് വിത്ത് us. അതിൻ്റെ പ്രതിബന്ധമായിട്ട് ഫ്ലഡ്, വെള്ളപ്പൊക്കം, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന പ്രതിബന്ധങ്ങളായിട്ട് വന്നു. അവിടെ സംവാദം നഷ്ടപ്പെട്ടു, അവിടെ സംയോഗ്യത, ഒരുമിച്ച് നമുക്ക് നിൽക്കാന്നുള്ളത് നഷ്ടപ്പെട്ടു, എല്ലാ സംബന്ധങ്ങളും നഷ്ടപ്പെട്ടു. അതിൽ ഒരു വ്യതിക്രമം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത് നോഹയുടെ ഒരു എക്സാമ്പിളാണ്. നോഹയുടെ ജീവിതത്തിൽ നമ്മൾ ഈ മൂന്നും വീണ്ടും തിരിച്ച് കാണും. ഇത്തിരി വെള്ളടിക്കുന്ന ആളായിരുന്നു കക്ഷി. പക്ഷെ സന്ധ്യയ്ക്ക് ഇരുന്ന് അങ്ങനെ വർത്താനം ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ദൈവം വന്നിട്ട് പറയും, എടാ നോഹെ, നമുക്ക് ഇരുന്ന് വർത്താനം പറയാം. ഡോണ്ട് തിങ്ക് തിയോളജി ആസ് സോ ഗുഡ് തിങ്, ജസ്റ്റ് ഹാവ് എ തോട്ട് വിത്ത് ഗോഡ്. സന്ധ്യാപ്രാർത്ഥനകളിൽ, ധ്യാനങ്ങളിൽ നമ്മളുടെ അടുത്ത് ദൈവം വന്ന് പറയണ്, നമുക്കൊന്ന് വർത്താനം പറയാം. ചിലർ ബൈബിള് വായിക്കാന്നൊക്കെ പറയണത് ടോക്ക് വിത്ത് ഗോഡ്. അപ്പൊ ദൈവം നോഹോട് പറയും, ഷാൽ വി ടോക്ക്? അപ്പൊ നോഹോട് നമുക്ക് വർത്താനം പറയാലോ, നമുക്കൊരു ചായക്ക് കുടിച്ചിരുന്ന് വർത്താനം പറയാം. ആ വർത്താനത്തിലെ ദൈവത്തിന്റെ മനസ്സിലെ പല കാര്യങ്ങളും നോഹയോട് പറയും. എന്നിട്ട് പറയും, നമുക്ക് ഒരുമിച്ച് ഇത്തിരി ജോലി ചെയ്യാം. നോഹ പറയും, ശരി നമുക്ക് ചെയ്യാലോ. എന്താ ദൈവമേ നമുക്ക് ചെയ്യണ്ടേ? നീ ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുക, ഒരു ആർക്ക്. അത് നമുക്ക് അതിനെന്താ നമുക്ക് ചെയ്യാലോ. then he become a സംയോഗി വിത്ത് ഗോഡ് and that ark comes up. അത് കഴിഞ്ഞിട്ട് ആ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ദൈവം പറയും, നീ ആയിട്ട് എനിക്ക് നല്ലൊരു സംബന്ധം വരും. ഈ ക്രിയേറ്റ്സ് എ കവനന്റ് വിത്ത് ഹിം. അവർ പറയണത് ആ റെയിൻബോ, ആ മഴവില്ല് അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു എന്ന് പറയും. ഈ വാസ് മെ നോട്ട് ബി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ വൈൻ നട്ട് വളർത്തി അതിൻ്റെ പിഴിഞ്ഞ് വെള്ളമടിച്ച് തുണിയില്ലാതെ കിടന്ന് പിന്നെ മക്കളെ തുണിയില്ലാത്ത കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ദൈവവുമായിട്ട് സംവാദിക്കാൻ അല്ലെങ്കിൽ ദൈവചിന്തകൾക്കൊപ്പം നിൽക്കാനുള്ള ആ ഒരു സ്പന്ദനം നമുക്കത് നോവയിൽ കാണാൻ കഴിയും. ദെൻ ചാപ്റ്റർ 11 നമ്മൾ കാണാൻ കഴിയും, ഈ ലോകത്തിൽ ആൾക്കാർ ഒന്നിച്ചു വന്നിട്ട് പറയും, ഇങ്ങനെ ചിതറിപ്പോയാൽ ശരിയാവില്ല, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കണം, നമുക്ക് ഒന്നിച്ചു നിൽക്കണം. അപ്പൊ അവർ പറയും, നമുക്ക് അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി നമുക്കൊരു നഗരവും ഒരു വലിയ ദുർഗവും ഒരു ദുർഗം നമുക്ക് പണിയാം, ഒരു പോർട്ട്, ഒരു കോട്ട പണിയാം. എന്നിട്ട് പണി തുടങ്ങി. വാട്ട് ഈസ് ഹാപ്പനിങ്? അവസാനം സംവാദത്തിന്റെ ബേസായ ഭാഷ വരെ നഷ്ടപ്പെടും. ഒരുവൻ പറയുന്നതും മറ്റവനും മനസ്സിലാവില്ല. നമ്മുടെ ഉള്ളിൽ പലതരം അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കണ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഒരുമിച്ച് വരാം, നമുക്ക് അത് സ്ഥാപിക്കാം, ഇത് സ്ഥാപിക്കാം, അല്ലെങ്കിൽ കോർട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോ മെനി അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അതിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് ഉപരിപ്ലവമായ പെരിപ്പറലായ ഒരു തിങ്കിങ് ആയിട്ട് വരും. അവസാനം
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുവനെ ഇഷ്ടിയെ ചോദിച്ചാൽ മറ്റോ വെള്ളം കൊണ്ടുവരാൻ തുടങ്ങി. Then they began to compete like anything. അവസാനം സംബന്ധം ഒക്കെ നഷ്ടപ്പെട്ട് ഈ ബാബേൽ ടവർ എന്ന് പറയുന്ന, ബാബേൽ ഗോപുരം എന്ന് പറയുന്ന സാധനം ഈ പ്രതിബന്ധത്തിന്റെ ഒരു വലിയ പ്രതീകമായിട്ട് മാറും. അപ്പൊ ആദ്യത്തെ നമ്മുടെ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ബൈബിളിന്റെ ആദ്യത്തെ 11 ചാപ്റ്ററുകള് ഈ പ്രീ ഹിസ്റ്ററി എന്ന് പറയും. ആ പ്രീ ഹിസ്റ്ററി എന്താണ്? ഈ ദൈവത്തിന്റെ ആ ഒന്നിപ്പിനെ നശിപ്പിച്ച പൈശാചിക ശക്തിയുടെ കളികളും അതിൻ്റെ ഉള്ളില് അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പുത്രൻ തമ്പുരാനും, അതാ നമ്മളോട് സമ്പാദിക്കാൻ ദൈവം ആഗ്രഹിക്കണേ. അപ്പൊ 11 ചാപ്റ്ററുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഐക്യം നഷ്ടപ്പെട്ടതിൻ്റെയും രക്ഷാകരമായ തിരുത്തലിലൂടെ ഈ ഐക്യത്തെ വീണ്ടും എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് മുഴുവൻ പാപത്തിന്റെ തലങ്ങളാ ചിന്തിച്ചത്. പാപം എങ്ങനെയാണ് ലോകത്തിലേക്ക് പ്രവേശിച്ചതെന്ന്. ഇപ്പൊ പലപ്പോഴും ആളുകൾ ബാഹ്യമായ രീതിയിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെ അപ്പമാക്കുന്നില്ല, ബാഹ്യമായ എല്ലാ ലോ ഓർഡറുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പൈശാചിക ശക്തി ഉള്ളിൽ നിന്ന് സൂക്ഷ്മമായ രീതിയിൽ വാദപ്രതിവാദങ്ങളിലൂടെ, സഭയിലുള്ള പ്രതിയോഗിതയിലൂടെ, സഭയിലുള്ള പ്രതിബന്ധങ്ങളിലൂടെ he will destroy God's thinking. എന്നിട്ട് അവന്റെ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ആ വിഘടനവാദത്തെ he will plant. അത് പിതാവ് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി. പിതാവിൻ്റെതായ ഒരു ലോകം വേണമെങ്കിൽ സൃഷ്ടിക്കായിരുന്നു. പക്ഷെ പിതാവിന് മനസ്സിലാവും, അങ്ങനെ ഞാൻ സൃഷ്ടിച്ചാൽ അത് ബാബേൽ ഗോപുരം സൃഷ്ടിക്കുന്നത് പോലെ ആയിരിക്കും. കാതോലിക്കേറ്റ് സിംഹാസന സ്ഥാപനത്തിന് ശേഷം പിതാവ് സെറാംബൂറിലേക്ക് പോകുമ്പോൾ പിതാവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചതിൽ നിന്ന് പൊന്തി വന്നതല്ലേ, അതൊക്കെ ശാശ്വതമായ പരിഹാരങ്ങളാണോ എന്ന് ഈ തോട്ട് he began to think so deeply and he withdrew himself. അതില് വാസ്തവികമായ സംവാദങ്ങൾ എന്താണ്? അബ്ദുള്ള പാത്രിയാർക്കീസ് വന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, മുടക്ക കൽപ്പന പോലുള്ള സംഭവവികാസങ്ങളുടെ അടിയിൽ പ്രതിയോഗിത അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. അവിടെ റാഡിക്കലായിട്ടുള്ള ഒരു ചേഞ്ചാണ് ആവശ്യകത. അല്ലാതെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നതല്ല, പക്ഷേ സമൂലമായ ഒരു പരിവർത്തനം, ഒരു കംപ്ലീറ്റ്ലി ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഹാസ് ടു കം. സോ അത് പിതാവിലൂടെ പവിത്രാത്മാവിന്റെ ശക്തിയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത് ആ ബൈബിളിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയസ്പന്ദനത്തെ വെളിപ്പെടുത്തുന്ന ആ യൂണിറ്റി, ആ പുനരൈക്യത്തിന്റെ ആധ്യാത്മികതയ്ക്ക് പിതാവിന്റെ ആത്മാവിനെ അങ്ങനെ ആഹ്വാനിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സീത് ഇവൻ ചാപ്റ്റർ 12 മുതൽ അതിൻ്റെ റിവേഴ്സ് നമുക്ക് കാണാൻ കഴിയും. റിവേഴ്സ് മുതൽ അതിൽ നമ്മൾ അബ്രാഹത്തിന്റെ വിളി കാണും. ആ ഹിസ്റ്ററി അവിടെ നിന്നാ തുടങ്ങണേ എന്ന് പറയും. അബ്രാഹം തൊട്ടാണ് ആ ഹിസ്റ്ററി തുടങ്ങണേ, അതുവരെയുള്ളത് പ്രീ ഹിസ്റ്ററി എന്ന് പറയും. അപ്പൊ അവിടെ യേശു ദൈവം അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ പിതാവായ ദൈവം അബ്രാഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നിങ്ങൾ സരളമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഈ സിംപ്ലി സേയിങ് ഷാൽ ബി ടോക്ക് ടുഗെദർ, നമുക്കിരുന്ന് വർത്താനം പറയാം, ഒരു ഐത്തോട്ടുകളില്ലാതെ ജസ്റ്റ് ടോക്ക്, ഷെയർ അവർ ഫീലിങ്സ്. അപ്പൊ എബ്രാഹവും ദൈവമായിട്ട് ഇരുന്ന് വർത്താനം പറയും. ദൈവം കുറേ കാര്യങ്ങൾ അബ്രാഹത്തിനോട് പറയും, എബ്രാഹം അതൊക്കെ ഇരുന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ദൈവം പറയും, ഷാൽ വി വർക്ക് ടുഗെദർ, വിൽ യു ബി വൺ പാർട്ട്ണർ, ഒരു സംയോഗി. ആ പ്രതിയോഗിതകളെ കളഞ്ഞിട്ട് വിൽ യു കം വിത്ത് മീ, എന്നിട്ട് അപ്പം ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ വരുമോ, നിന്നിലൂടെ ഞാൻ ഈ ലോകത്തിനെ മുഴുവനും ആശീർവദിക്കും. ഒന്നിപ്പിൻ്റെ ഹിസ്റ്ററി അവിടെ തുടങ്ങി. അൻ അറ്റംപ്റ്റ്. അത് കഴിഞ്ഞ് എബ്രാഹാം അതെല്ലാം വിട്ടുപോരും. ദെൻ അവർ തമ്മിൽ ഒരു സംബന്ധം ഉണ്ടാവും, ഒരു നല്ല റിലേഷൻഷിപ്പ്. അതിനെ നമ്മൾ ഉടമ്പടി എന്ന് പറയും. ദൈവവും അബ്രാഹം തമ്മിലുള്ള ഉടമ്പടി, ദ കവനന്റ് ഈ മെയ്ഡ് വിത്ത് എബ്രാഹാം. അതിൻ്റെ ചിഹ്നമായിട്ട് ഈ സുന്നത്ത് അല്ലെ സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു ബാഹ്യ ഒരു ആക്റ്റും കൂടി അവിടെ നടക്കും. അതാ സംബന്ധത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്നു. അത് പ്രതിബന്ധമായിരുന്നില്ല, ഒരു സംബന്ധമായി. നീ നിന്റെ ജനതകളുമായിട്ട് എൻ്റെ ഉടമ്പടി എന്ന് പറയും. അതിൽ നമ്മൾ റിവേഴ്സിൽ കാണും ദൈവം എങ്ങനെയാണ്
ഡീൽ ചെയ്യുന്നത് അത് സംവാദത്തിൻ്റെയും സംയോഗ്യതയുടെയും സംബന്ധത്തിൻ്റെ ആയിരുന്നു. അപ്പം അബ്രാഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാദപ്രതിവാദത്തെ, പ്രതിയോഗ്യതയെ, പ്രതിബന്ധത്തെ എടുത്തു കളയും. പിന്നീട് ഇസ്രായേലിനെ വിളിക്കുന്നത് അതിനു വേണ്ടിയായിരുന്നു. ഇസ്രായേലായിട്ടുള്ള സംവാദം, 10 കൽപ്പനകൾ കൊടുക്കുന്നത്, ഈ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തീവ്രമായ ദാഹം നമ്മൾ ബൈബിളിൻ്റെ എല്ലാ ഭാഗത്തും കാണാൻ കഴിയും. പിന്നീട് ഇസ്രായേലിൽ അത് നടക്കാതെ വരുമ്പോൾ ഓരോ പ്രവാചകന്മാരെ വിളിച്ചിട്ട് ഈ പ്രവാചകന്മാർ എന്താ ഈ പറയണേ? പ്രവാചകന്മാർ പറയുന്നത് ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി. ഇപ്പൊ അവരെന്നോട് മത്സരിക്കുന്നു. കഴുതിയും കാളക്കൂട്ടിയും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജനം വിവേചിച്ചറിയുന്നില്ല. They are not entering into a dialogue with me എന്ന് പറയാ. കഴിഞ്ഞ് ആ ഐസായ 1:18 വരുവിൻ, നമ്മൾക്ക് we will talk it out, let us argue it out. നിന്റെ പാപങ്ങൾ സിന്ദൂര വർണ്ണം പോലെ ആയിരുന്നാലും അതൊക്കെ മഞ്ഞിനെ പോലെയാകും. പിന്നീട് പ്രവാചകന്മാരിലൂടെ ദൈവം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇസ്രായേൽ കോമ്പീറ്റ് ചെയ്യും, ദൈവവുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. ബാലാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നത്, ഈ കാളക്കൂട്ടിയാണ് ഇത് ചെയ്തു തന്നത്. അപ്പൊ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ട് വേറൊരു തിങ്കിങ് പാറ്റേൺ അവരുടെ ഉള്ളിലേക്ക് കയറി റിബല്യൻ കയറി വരും. സമ്പാദിക്കാൻ താല്പര്യപ്പെടാത്ത, ഒന്നിനായിട്ടും സംയോഗ്യയാകാതെ പ്രതിയോഗ്യതയുടെ ആത്മാവ് കയറി വന്ന് എല്ലാത്തിനെയും പ്രതിബന്ധങ്ങളാക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ആ എക്സൈലിക് എക്സ്പീരിയൻസ് വരും, ഒക്കെ നശിച്ച് നാറാണ കല്ലോട്ടി. പിന്നീട് ആ 70 വർഷങ്ങൾക്ക് ശേഷം എസ്ര, നെഹമ്യ ആളുകളോട് കൂടെ ഹൗ ഡു ദേ തിങ്ക് അഗെയിൻ? അവർ സമ്പാദിക്കാൻ പഠിക്കും, അവർ വാദപ്രതിവാദങ്ങൾ നിർത്തും. പിന്നീട് ദൈവവുമായിട്ട് വീണ്ടും കൈ കോർക്കാനായിട്ട്, ദൈവത്തെ പ്രതിയോഗിയായിട്ട് കാണാതെ ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി വന്നവൻ എന്ന് പറഞ്ഞ് ആ ഉടമ്പടിയെ വീണ്ടും നവീകരിക്കുകയും വീണ്ടും അവർ ജെറുസലേമിലേക്ക് വന്ന് അതിനെ വീണ്ടും പണിതുയർത്തുകയും ചെയ്യും. എപ്പോഴൊക്കെയാണ് ഇസ്രായേല് ദൈവത്തിൻ്റെ ആ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രതിബദ്ധത കാണിച്ചത്, അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ വന്നു. പക്ഷെ എപ്പോഴൊക്കെയാണോ അവര് വാദപ്രതിവാദങ്ങളിലേക്കും ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ള പ്രതിയോഗിതയിലേക്ക് വന്ന് യുദ്ധത്തിൻ്റെ പ്രതിബന്ധങ്ങളിലൂടെ അവരെപ്പോഴും നശിച്ചുപോയി. പിന്നീട് ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഓക്കെ, ഓൾഡ് ടെസ്റ്റ്മെന്റ് എങ്ങനെ അവസാനിക്കുന്നത്? മലാക്കിയുടെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിൽ അത് അവസാനിക്കണേ. അതിലിങ്ങനെ പറയുന്നത്, അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ആ വാചകത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കും. യൂണിറ്റി തകർന്ന് നിൽക്കുന്ന ഒരു പോയിന്റാണ്. എന്തിനാ അവരുടെ ഹൃദയം? അവരിങ്ങനെ നിൽക്കാണ്, സമ്പാദിക്കാതെ. സ്റ്റോപ്ഡ് സമ്പാദിക്കല്. അപ്പനും മക്കളും തമ്മിൽ വാദപ്രതിവാദം, അവർ കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നിൽക്കണമെങ്കിൽ കോമ്പീറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ഇടയിൽ പ്രതിബന്ധങ്ങൾ മാത്രം വന്നു. അപ്പനും മക്കളും തമ്മിലുള്ള അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ആ ഒരു സംബന്ധമില്ലാതെ പ്രതിബന്ധങ്ങൾ വരാൻ തുടങ്ങി. അതിൽ നിന്നാണ് നമ്മൾ ആ ധ്യാനം തുടങ്ങിയിരുന്നു. മാത്യു ചാപ്റ്റർ 4:17 യേശു ഇങ്ങനെ കൈയടിച്ചു പറയുന്നത്, നിങ്ങൾ അഭിമുഖരാകുവേൻ, നിങ്ങൾ സമ്പാദിക്കുവേൻ, പുതിയ ആഭിമുഖ്യങ്ങളെ കൊണ്ടുവരുവേൻ. എന്തിനാ നമ്മൾ കോമ്പീറ്റ് ചെയ്യണേ എന്ന് ചോദിക്കും. എന്തിനാ നമ്മൾ കോമ്പീറ്റ് ചെയ്യണേ? അപ്പോൾ ഈ പുനരൈക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ പിതാവ് ആ ഒരു ത്രൈക്യാത്മകത ആഴത്തിൽ മനസ്സിലാക്കുകയും യൂണിറ്റി ദൈവത്താൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ചിന്തകളാണ് എന്ന് മനസ്സിലാക്കുകയും അത് നിറവേറ്റുകയാണ് ദൈവസമ്പാദനത്തിൻ്റെ മൂല മന്ത്രം എന്ന് പിതാവ് മനസ്സിലാക്കുക. അപ്പൊ പിതാവ് പറയുന്നത് എങ്ങനെയാ ദൈവത്തെ സമ്പാദിക്കുക? ദൈവസേവനത്തെക്കാൾ ദൈവസമ്പാദനം ശ്രേഷ്ഠം. ദൈവത്തെ സേവിക്കാനായിട്ട് ഒത്തിരി രീതികളുണ്ട്, പക്ഷെ ദൈവത്തെ സമ്പാദിക്കാനായിട്ട് അങ്ങനെ ഒത്തിരി അധികം രീതികളില്ല. അതിന് ദൈവത്തിൻ്റെ ചിന്തയുമായി നമ്മൾ ഒത്തുപോകണം. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞ് ഒത്തിരി ആക്ടിവിറ്റികൾ ചെയ്യാൻ കഴിയും, പക്ഷെ
ദൈവസമ്പാദനത്തിൽ നമ്മൾ ഈ പവിത്ര ത്രൈക്യാത്മകതയിൽ തദാത്മ്യം പ്രാപിക്കുകയാണ്. ഇന്നത്തെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ കുടുംബത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ സഭയിലെ എന്ത് റോളാണ് ചെയ്യുന്നത്? നമ്മൾ എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ആ യൂണിറ്റിയുടെ ഏജന്റുകളാകുന്നുണ്ടോ എന്ന് ചോദിക്കണം. നമ്മുടെ വർത്തമാനം വഴി, നമ്മുടെ പെരുമാറ്റം വഴി, നമ്മുടെ ആധ്യാത്മികത വഴി നമ്മൾ എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നുണ്ടോ? എല്ലാത്തിനെയും വിഘടിപ്പിക്കാനും ഒരു വലിയ ഒരു 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 കോളിളക്കം അല്ലെങ്കിൽ ഒരു ഇളക്കമൊക്കെ സൃഷ്ടിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ അതിലൂടെ നമ്മൾ ദൈവത്തെ സമ്പാദിക്കുകയാണോ? അപ്പോഴാണ് നമ്മൾ സന്യാസത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്താൽ തൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ തിരുമേനിയുടെ സഹനത്താൽ യാതനാൽ ഈ ലോകത്തെ വീണ്ടെടുത്ത, അതിനെ ഒന്നിപ്പിച്ച ആ പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ. സന്യാസത്തിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ അത്രമാത്രം ഈ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ പുറത്തു കൊണ്ടുവരണം. അതല്ലെങ്കിൽ നമുക്ക് സന്യസ്തരെന്നൊന്നും പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ അത് ആരായിക്കോട്ടെ, ഈ ദൈവത്തിൻ്റെ ആ ചിന്തകൾക്കനുസരിച്ച് തൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുകളെയും ഒക്കെ ഒന്നിപ്പിക്കുന്നത് അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു പറയാം. സോ ദാറ്റ് ആരാണോ ലോകത്തിൽ സമാധാനത്തെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒന്നിപ്പിനെ കൊണ്ടുവരാനായിട്ട് ജോലി ചെയ്യുന്നവർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ ബിയാറ്റിറ്റ്യൂഡിൽ പഠിക്കുന്നു, ഹാപ്പി ആർ ദ വൺ ഹു ബ്രിങ് പീസ്, they shall be called as the children of God. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ സൂക്ഷ്മമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് വരുന്ന പൈശാചിക ശക്തിയെ തിരിച്ചറിയാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, മരുഭൂമിയിൽ ഉണ്ടായ പ്രലോഭനവും ഈ ഒന്നിപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ഈ 3 സൂക്ഷ്മമായ നെഗറ്റിവിറ്റികളും ഒരുപോലെയാണ്. എന്തിനാ ആ സംവാദം നഷ്ടപ്പെട്ട് വാദപ്രതിവാദത്തിലേക്ക് കടക്കുന്നത്? വാദപ്രതിവാദത്തിലേക്ക് കടക്കുന്നത് എല്ലാത്തിനെയും അപ്പമാക്കാനുള്ള വ്യഗ്രതയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കണേ. അപ്പോൾ ഈ ജെയിംസ് ചാപ്റ്റർ 3 പറയും 1 തൊട്ട് 4 വരെ, എന്തിനാ നിങ്ങളുടെ ഇടയിൽ ഇത്ര തല്ലുകൂട്ടങ്ങൾ? അത് നിങ്ങളുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടിയിട്ട് അല്ലേ നിങ്ങൾ യുദ്ധങ്ങൾ ചെയ്യണേ. നിങ്ങൾക്ക് കിട്ടാതെ ആവുമ്പോൾ നിങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കണേ എന്ന് പറയും. അപ്പോൾ ആ രണ്ടാമത്തെ പ്രലോഭനമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഈ അഡ്ജസ്റ്റ് ചെയ്യലല്ലേ കോമ്പീറ്റിങ്, വളരെ സറ്റലായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നു. സന്യാസ ഈ ആശ്രമങ്ങളിൽ, സഭയുടെ അന്തരാളങ്ങളിൽ, സഭയുടെ വിശുദ്ധിയുടെ രൂപങ്ങളായ പുരോഹിതന്മാരുടെ ഇടയിൽ, സന്യസ്തർക്കിടയിൽ, ഇറ്റ്സ് കോമ്പീറ്റിംഗ്. വി ആർ കോമ്പീറ്റിംഗ്. ദാറ്റ്സ് വെരി ഡേഞ്ചറസ് തിങ്, ദാറ്റ് കോമ്പീറ്റിംഗ്. ആ കോമ്പറ്റീഷൻ്റെ താഴെ ഈ അനുസരണയില്ലായ്മയും എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു മോഹമുണ്ട്. പിന്നീട് നമ്മൾ ആ സംബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ എല്ലാവരെയും പാദത്തിൻ്റെ കീഴിൽ വയ്ക്കാനും ഈ ലോകത്തെ മുഴുവനും എൻ്റെ കാൽ കീഴിൽ വയ്ക്കാനുള്ള പ്രതിബന്ധങ്ങളെ നമ്മൾ സൃഷ്ടിക്കണേ. 8ൻ്റെ പണി ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ അവന് പണി കൊടുത്ത് അവനെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു പറയണേ. സോ ആ പാപങ്ങൾ ആ തലത്തിൽ നോക്കുമ്പോൾ ഓക്കെ, ഞാൻ എന്തിനെ നിഗ്രഹം ചെയ്യാം, ഞാൻ എന്നെ ശുദ്ധീകരിക്കുക എന്ന് പറയും. പക്ഷെ സെയിം തിങ് ഇൻ എ വെരി സറ്റൽ ഫോമിൽ വീണ്ടും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സുഹൃത്ത് ബന്ധങ്ങളിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്ക്, സമൂഹങ്ങളിലൊക്കെ അതിങ്ങനെ ചെറിയ ഒരു മന്ദമാരുതനായിട്ട് കടന്നു വന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് നശിപ്പിക്കും. ഇന്ന് സഭയെ അത്തരം ആ സൂക്ഷ്മമായ പൈശാചിക ശക്തികൾ, വിഘടനവാദനത്തിൻ്റെ, വാദപ്രതിവാദങ്ങളുടെ, പ്രതിയോഗിതയുടെ, പ്രതിബന്ധത്തിൻ്റെ ഒക്കെ അലകൾ നമുക്ക് കാണാൻ കഴിയും. അതിനെ നമ്മൾ എങ്ങനെ എതിർക്കും? പിതാവിനെ പോലെയുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഒന്നിക്കണം. അതിനു വേണ്ടിയാണ് പിതാവിനെയൊക്കെ
ഒരു 90 കൊല്ലം മുമ്പ് നമ്മുടെ സഭയിലേക്ക് അയച്ചു തന്നേക്കണേ, നമ്മുടെ ലോകത്തിൽ നമ്മളായിരുന്ന അവസ്ഥയിലേക്ക് അയച്ചു തന്നത്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഇനിയുള്ള കാലങ്ങൾ എന്താ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കണേ? ഇനിയുള്ള കാലങ്ങൾ പുനരൈക്യത്തിൻ്റെ ദിനങ്ങളാണ്. അപ്പോൾ മലങ്കര സഭയുടെ പുനരൈക്യത്തിൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയുള്ള 10 വർഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ വാദപ്രതിവാദങ്ങളെ, പ്രതിയോഗിതയെ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആ തലങ്ങളിലേക്ക് കടന്ന് നമ്മൾ അതിനെ മാറ്റണം. അപ്പോഴേ കുടുംബങ്ങൾ കൃപ നിറയുന്ന കുടുംബങ്ങളായിട്ട് മാറുക, അവിടെ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് താദാത്മ്യപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുക, സമൂഹങ്ങളും സ്ഥാപനങ്ങളായിട്ട് മാറുക. അപ്പോൾ പിതാവ് അത് 90 വർഷം മുമ്പ് തുടങ്ങി വയ്ക്കുകയാണ്. നമ്മൾക്ക് തിരിച്ചു വരണം. തിരിച്ചുവരവ് എവിടേക്കാണ് തിരിച്ചു വരുന്നത്? ഒന്നിച്ച് സംസാരിക്കാൻ. എത്ര ഡിഫറൻസുകൾ ഉണ്ടെങ്കിലും ഷാൽ ബി ടോക്ക് നാ. അത് വീണ്ടും ഒരു ഡോക്യുമെൻറ്റും കൂടി ഉണ്ടാക്കി, വേറൊരു ഡോക്യുമെൻറ്റും കൂടി ഉണ്ടാക്കി നമ്മൾ കോടതികളിൽ കോമ്പീറ്റ് ചെയ്യുമോ? വി നീഡ് ടു പുട്ട് എ സ്റ്റോപ്പ്. എന്നിട്ട് ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചാണോ നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് നോക്കി വിട്ടുകൊടുക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ വലിയ മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിച്ചതും മലങ്കര സഭയുടെ ഉദ്ഭവവും അല്ലെങ്കിൽ പുനരൈക്യമെന്ന രക്ഷാകരത്തിരത്തിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. ഈ ആഴ്ചയിലൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു വാദപ്രതിവാദമുണ്ടോ? അവനാ അവളാ എന്നൊക്കെ പറയുന്നത് നമ്മളാ എന്ന് പറയാൻ പഠിക്കണം. നമ്മളാ തെറ്റ് ചെയ്തത്. നമ്മുടെ ഉള്ളിലാണ് ഈ വാദപ്രതിവാദങ്ങൾ ഇരിക്കുന്നത്, അവനിലോ അവളിലോ അല്ല. വി ഷുഡ് ഏബിൾ ടു സേ നമ്മളില. അത് പിതാവിൻ്റെ ആ ലാംഗ്വേജ് ആ സമൂഹത്തെ മൊത്തം ഞാൻ ഉള്ളിലേക്ക് എടുത്തു. ഞങ്ങളാ തെറ്റ് ചെയ്തത് യേശുവേ, അല്ലെങ്കിൽ ഞങ്ങളാ തെറ്റ് ചെയ്തത്, ഞങ്ങളാ അനുസരിക്കാതിരുന്നത്, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദെൻ ഇറ്റ് ജസ്റ്റ് ബിഗാൻ ടു ഫ്ലോ ഫ്രം ഹിം. അതിൻ്റെ മക്കളാ മലങ്കരയുടെ മക്കൾ. അതുപോലെ ആ ഒരു വലിയ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി പറയാൻ പറ്റും. കാരണം ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്പന്ദനത്തിനോടൊന്നിച്ച് സ്പന്ദിക്കാൻ. when I began to study more about him, പാരീഷിലൊക്കെ I began to see ഇതുവരെ കാണാത്ത തരത്തിലുള്ള സറ്റൽ വാദപ്രതിവാദങ്ങൾ അത് എന്നിൽ തന്നെ. റാദർ സീരിയസ് ആയിട്ടുള്ളൊരു പ്രീസ്റ്റ് ആയിരിക്കുമ്പോൾ പോലും ഐ സി സൂക്ഷ്മമായ രീതിയിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നത്, സൂക്ഷ്മമായ രീതിയിൽ പാരീഷണേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുമായിട്ട് ആവശ്യമില്ലാതെ കോമ്പീറ്റ് ചെയ്യുക, എല്ലാവരോടും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കഴിയാതിരിക്കുക, പിന്നീട് നല്ല ബന്ധങ്ങളെ സൃഷ്ടിക്കാത്ത പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കുക, അതിനൊക്കെ പാറകളാകുക, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടരുത് എന്നൊക്കെ പറയുന്ന ഒത്തിരി സൂക്ഷ്മ തലങ്ങൾ ഞാൻ എന്നിൽ തന്നെ കാണാൻ തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലാവും ദൈവസമ്പാദനത്തിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ എത്രയോ ദൂരം നമ്മൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു, എത്രയോ ദൂരം നമ്മൾ വീണ്ടും വിശുദ്ധിയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ സഹായിക്കട്ടെ. ആമേൻ.